ദുഃഖം അറിയിക്കുകയാണ്. എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരും. ഈ ഒരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുകയാണ്. പിന്നെ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിലും UDFൻ്റെ കൺവീനർ എന്നുള്ള നിലയിലൊക്കെ വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിച്ച ശ്രീ തങ്കച്ചൻ്റെ വേർപാട് അതുകൊണ്ട് തന്നെ കേരളത്തിന് പൊതുവിൽ ഉള്ള നഷ്ടമാണ്, സമൂഹത്തിനുള്ള നഷ്ടമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിൽ ദുഃഖിതരാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അതുപോലെ തന്നെ പാർട്ടിയോടും അനുയായികളോടും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ദുഃഖം അറിയിക്കുകയാണ്. എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരും. ഈ ഒരു ന്യൂനപക്ഷ സംഗമം PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. നേരത്തെ ശ്രീ ബെന്നി ബെഹനാൻ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന് അനിഷേധ്യനായിട്ടുള്ള നേതാവായിരുന്നു ശ്രീ PP തങ്കച്ചൻ. നിലവിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഒരു പക്ഷേ കോൺഗ്രസിനെ ഇന്ന് ഈ തലത്തിലേക്ക് എത്തിക്കുന്നതിലൊക്കെ നിർണായക പങ്കു വഹിച്ചിട്ടുള്ള വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. കേരള നിയമസഭാ സ്പീക്കർ വരെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പദവികൾ എന്ന് പറയുന്നു. ആ പദവികൾക്കപ്പുറത്താണ് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, നമുക്ക് അദ്ദേഹത്തിൻ്റെ പദവികളും അദ്ദേഹത്തിനുള്ള ജനപ്രതിനിധിയെ പറ്റി നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്കുകളെ പറ്റിയാണ് പറയേണ്ടത്. അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിൽ അതിനെ നയിച്ച വ്യക്തി കൂടിയാണ് PP തങ്കച്ചൻ. 2004 കേരളത്തിൽ കോൺഗ്രസിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് K മുരളീധരന് ഒഴിഞ്ഞതിന് പിന്നാലെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താൽക്കാലിക അധ്യക്ഷൻ എന്ന നിലയിൽ വരുന്നത് PP തങ്കച്ചനാണ്. ഏറെക്കാലം അദ്ദേഹം ആ പദവിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അതായത് കോൺഗ്രസിൽ K കരുണാകരനും AK ആന്റണിയും തമ്മിലുള്ള വലിയ ഗ്രൂപ്പ് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ആ പാർട്ടിയെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നയിച്ചത് PP തങ്കച്ചനാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ആ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലും അദ്ദേഹത്തിന് ഒരു പാലം പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് K കരുണാകരൻ I ഗ്രൂപ്പുകാരനായ PP തങ്കച്ചൻ K കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോൾ ഒപ്പം പോകാതെ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന നേതാവാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി UDF കൺവീനർ സ്ഥാനം ഒഴിഞ്ഞ് മുഖ്യമന്ത്രിയായി വരുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ UDFന്റെ ചുമതല ഏറ്റെടുക്കുന്നത് PP തങ്കച്ചനാണ്. പിന്നീട് 2018 വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. അതായത് 10-14 വർഷക്കാലത്തോളം UDFനെ നയിച്ചത് സമാനതകളില്ലാത്ത വിജയങ്ങളടക്കം നേടി UDFനെ നയിച്ചു കൊണ്ടുപോയ ഒരു കാലഘട്ടത്തിൽ PP തങ്കച്ചന് ഒരു നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുതന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും. ദീർഘകാലമായി അദ്ദേഹം ഈ വിശ്രമ ജീവിതത്തിൽ പെരുമ്പാവൂരിലെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിലും ഒക്കെ തന്നെ കൃത്യമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. കൃത്യമായി തന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് PP തങ്കച്ചൻ. പ്രത്യേകിച്ച് പെരുമ്പാവൂർ പോലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായ പടവുകളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് ബെന്നി ബെഹനാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. പെരുമ്പാവൂർ കോർപ്പറേഷൻ കൗൺസിലർ ആയിക്കൊണ്ട് അതിന്റെ ചെയർമാൻ ആയിക്കൊണ്ട് ഏറ്റവും ചെറുപ്രായത്തിൽ വന്നയാളാണ് PP തങ്കച്ചൻ. അതിനുശേഷം അദ്ദേഹത്തിന് 82-ൽ പെരുമ്പാവൂരിൽ നിയമസഭയിലേക്ക് ടിക്കറ്റ് കിട്ടുന്നു. അങ്ങനെ പെരുമ്പാവൂരിൽ അദ്ദേഹം നിയമസഭയിലേക്ക് വരുന്നു. 20 വർഷത്തോളം പെരുമ്പാവൂരിനെ അദ്ദേഹം പ്രതിനിധീകരിച്ചു എന്നതാണ്. 2001-ൽ കോൺഗ്രസ് വലിയ വിജയം നേടിയപ്പോൾ PP തങ്കച്ചൻ മാത്രം പരാജയപ്പെട്ടു എന്നത് അദ്ദേഹത്തിന്റെയും കോൺഗ്രസിന്റെയും വലിയൊരു ദുഃഖം തന്നെയാണ്. കാരണം അന്ന് എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ സീറ്റിൽ 13 UDF വിജയിച്ചപ്പോൾ പെരുമ്പാവൂരിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. പിന്നീട് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാ രാഷ്ട്രീയ രംഗത്താണ് അദ്ദേഹം പിന്നീട് ശക്തമായി നിലകൊണ്ടിരുന്നത്. അങ്ങനെ UDFനെ ഏറെക്കാലം നയിച്ച നേതാവാണ് PP തങ്കച്ചൻ. അത് തന്നെയാണ് നേരത്തെ ബെന്നി ബെഹനാൻ അടക്കമുള്ള ഈ കോൺഗ്രസ് നേതാക്കൾ ഓർത്തെടുക്കുകയും ചെയ്തത്. മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിമിതികൾക്കുള്ളിൽ നിന്നും പ്രയത്നിച്ച നേതാവ്, അങ്ങനെ കൂടി ഒരു പക്ഷേ PP തങ്കച്ചനെ കാലം കോൺഗ്രസ് അടയാളപ്പെടുത്തും. കോൺഗ്രസിന് രാഷ്ട്രീയം എന്നുള്ളതാണ്. 13-14 വർഷക്കാലത്തോളം UDF കൺവീനർ ആയിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയും ഉണ്ടായിരുന്ന സമയത്ത്, UDFനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായ സമയത്ത് അതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു. പിന്നീട് അനാരോഗ്യത്തെ തുടർന്നാണ് അദ്ദേഹം ആ കൺവീനർ സ്ഥാനത്ത് നിന്നും UDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് തന്നെ കൊണ്ട് സാധിക്കുന്ന വണ്ണത്തിലൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് മുന്നണിയെ
കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അനാരോഗ്യത്തെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഒരു മികച്ച സംഘാടകൻ എന്ന രീതിയിൽ മുന്നണിയെ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലായി ഏടായി മാറുകയും ചെയ്യുന്നത്.